മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലെടുത്തി. അയ്യേ കരയേ. എന്താ ഇത്? നല്ല ചേലുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞമാമ ഇത്? എന്റെ പൊന്നു പോലെടാ നീ, എന്റെ പൊന്നു പോൽ. കരണ്ട. നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എന്റെ ഉള്ളിനുള്ളിൽ പിഞ്ചു പൈതലാവണം. ആയിരം തിങ്കളെ കണ്ടു ചിരിച്ചു നിന്നാൾ വാഴേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂത്തിയുറങ്ങേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂത്തിയുറങ്ങേണം. അച്ഛന് തുണയായി വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. ആരീരം രാരീരം രാരാരോ, ആരീരാരീരാരോ. കാര്യം പെൺകുട്ടികൾ പ്രായമായ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. വിട്ടാലോ അവരിറങ്ങി പോകുമ്പോ അത് സഹിക്കാനും വയ്യ. അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. വല്ലാത്തൊരു ഇടപാടാ. കെട്ടിയ പെണ്ണെ കൊണ്ടുപോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇനി 2-3 മാസത്തേക്ക് വലിയ വിഷമാ. എന്നാലോ 1-2 കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 5-6 ദിവസം കൂടുതലൊന്നാ പേടിയാ. എന്താണാവോ പ്രശ്നം? പിണങ്ങിപ്പോന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ? മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടുപണത്തിലാ. ഇതിപ്പോ കുഞ്ഞമ്മാമയും കൂടിയാ പോണേ, അത് അതിനേക്കാൾ പ്രശ്ന. എന്റെ ചിറകൊടിഞ്ഞ പോലെ ആവും. കൊയ്ത്തിന്റെ സമയാവല്ലേ? എന്നാ കൊയ്ത്ത് കഴിയണവരെ മൂപ്പരോട് നിൽക്കട്ടെ. വേണ്ട, നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും. മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല, അറിയാലോ. കമഴ്ന്ന് കിടക്കണ പ്ലാവിലെ എടുത്ത് മലർത്തിയിടില്ല. എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ 4 ചീത്ത പറഞ്ഞ് മെക്കിട്ട് കയറാലോ. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? കുഞ്ഞുമാമ ഭയങ്കര കരച്ചില്. എന്തിന്? ചോദിച്ചിട്ടൊന്നും പറയണില്ല. എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയണേ? കാര്യം എന്താന്ന് പറയേ. കുഞ്ഞമ്മാമേ, എന്താ എന്താ ഉണ്ടായേ? എന്താമേ? അവന് പോണ വിഷമം കൊണ്ടായിരിക്കും. ഓഹോ, നള്ളിയുടെ കൂടെ അല്ലേ പോണേ? പിന്നെന്തിനാ കുഞ്ഞമ്മാമ വിഷമിക്കണേ? 3 നില ചെറുപ്പം മുതലേ കുഞ്ഞമ്മാമയ്ക്ക് അറിയാം. കുഞ്ഞമ്മാമയ്ക്ക് അവിടെ സുഖമായിരിക്കും. എനിക്ക് വേണ്ട സുഖം, മരിക്കണ വരെ 2 ചാട്ടവും ചീത്ത കേട്ട് കഴിഞ്ഞാൽ മതി. എന്താ കുഞ്ഞമ്മാമ ഈ പറയണേ? എന്നെ പറഞ്ഞു വിടരുത് പോലെ. എന്നാ കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പോണ്ടേ പോണ്ട, അത് നല്ല തമാശ. എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോ. എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്ക. പോവാം, ലേറ്റ് ആയ ബസ്സില്ല. പറ്റേട്ടാ,
താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ, ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ. കാണാൻ മാത്രം ഉണ്ട്. താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അരച്ചിട്ട് വയ്യ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ലെന്നുണ്ടോ? ഞാൻ കാണാത്ത ഒന്നുമല്ല കൃഷിക്കാര്. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെയായ ഇവിടെ ഒറ്റപ്പെടും. ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോവും. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികയെടുത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കര ഞാൻ അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കഴങ്ങ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയും ശ്രുതി ഒരു വാക്കും മിണ്ടിയോ? ഏട്ടന്റെ ഒരു ചിരി ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ, എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം. മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കണമെന്നോർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നമാവും. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണമെല്ലാം. ഞാൻ പഠിപ്പിച്ചേരാ എന്റെ കൂടെ നിന്നോ. വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നളിനി എന്റെ ഗുരു. ഇതെന്ത് കറിക്കണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാവുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ? അയ്യോ പൊള്ളിയ മോളെ, തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കിൽ കൈ കൊമളിക്കും മോളെ. അതിന് നക്ക തെറ്റുണ്ടോ ഇവിടെ? അങ്ങനെ ചെയ്യാൻ പോയേ? അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തിന് പൊട്ടി വീണല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും. എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല. എന്താമ്മേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട്.